അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത്? അത് അവർ മുളയെടുക്കണത് അറിയുന്നുണ്ട്. ചോദ്യം കേട്ടില്ലേ? നമ്മൾ 43 എന്താ പറയുക 43:19 എന്താ പറയുക? ഐസയ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഡോക്ടറിൻ്റെ അമ്മ അത് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു നിന്നോട്. മനസ്സിലായില്ലേ? ആകെ ഉടമ്പടിയാണ് അവരുടെ കാര്യം. കല്യാണം, മക്കളുണ്ടാകുന്ന കേസ്, വസ്തു വിൽപ്പന, വസ്തു വാങ്ങൽ. അപ്പോൾ ചിലർ വന്ന് എന്നോട് ഈ കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനായിട്ട്. അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും, ഉടമ്പടി എടുത്തിട്ടും കുറേ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛാ കാര്യങ്ങൾ നടക്കണത്. അപ്പോൾ ഞാൻ തിരിച്ചു പറയും, ഉടമ്പടി എടുത്തിട്ടും കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ കാര്യങ്ങളേ നടക്കത്തില്ല. പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഓർക്കണേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത്? യു അല്ലേ, നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? മെരിട്ടെന്നല്ല എൻ്റെ അർത്ഥം. ഇത് മെരിറ്റിൽ നിന്ന് ഈ വിഷയം ഈശോ തെറിപ്പിച്ച് കളയുകയാണ്. നോട്ട് ബൈ മെരിറ്റിൽ നിന്ന് കർത്താവ് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ കേസ് കണ്ട വലിയൊരു മെഡിക്കൽ കോൾ ഫോർ ചെയ്തു, പക്ഷേ 2 ദിവസമേ ഉള്ളൂ ആപ്ലിക്കേഷന്. ഇവരറിയണത് 2 ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനായില്ലേ? കണ്ട ടെൻഷൻ പിന്നെ അവർ കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് ടെൻഷൻ ഇത് കൂടും കുറച്ച് കഴിയുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത്. അതിൻ്റെ അർത്ഥം അപ്പത്തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം. എന്താണ്? ഇത് മെരിറ്റിലല്ല നടക്കാൻ പോണത്, ഗ്രേസിലാണ്. മെരിറ്റിൽ ഇത് നടക്കുന്നത്, യോഗ്യതയിൽ നടക്കത്തില്ല. ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുന്നത്. കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട്ട് ചെയ്ത് കളയും. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ സ്വാധീനം കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ്, ആനയാണ് കൂരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ ഇത് മാറ്റത്തില്ലേ? പിശാസ് ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നോട് പറയും, ബന്ധുക്കൾ പറഞ്ഞിട്ടാണ്, ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയുടെ കൂരാന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പിശാസിന് മഹത്വത്തിൻ്റെ കൈമാറ്റം. മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു അപകട മേഖലയാണ്. ബെർമൂഡ ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെർമൂഡ ട്രയാങ്കിളാണ്. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തന്ത്രപരമായിട്ട് പിശാച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് അധികാര സ്ഥാനങ്ങളിൽ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റും. ഇതാണ് മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിപ്പൻ ആധ്യാത്മികതയാണ്. അതായത് മഹത്വത്തിൻ്റെ കൈമാറ്റം, അത് ബൈബിളിലുണ്ട് അതിനെക്കുറിച്ച്. അതായത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം അവർ കന്നുകാലികൾക്കും പറവകൾക്കും കൊടുത്തെന്ന് പൗൾ പറയുന്നില്ലേ നമ്മുടെ നടപടി പുസ്തകത്തിൽ, റോമാലേഖനത്തിൽ 1 അധ്യായം 23 തിരുവചനം. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. മഹത്വത്തിന്റെ കൈമാറ്റം അതായത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സാത്താൻ അടിച്ചു മാറ്റിയിട്ട് അതിന് എതിർ ശക്തികൾക്ക് കൈമാറും. എന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും. ചിലപ്പോൾ നീ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും, പിന്നെ ഞാൻ കാനഡയിൽ പോയത്, ഇപ്പം നീ സാക്ഷിയൊക്കെ പറയും, ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല, ഞാൻ അത്രയ്ക്ക് മോശം റിസൾട്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ നീ പറയും, എത്ര പേരാണ് എത്തിയത്, അതുപോലെ ഞാനും എത്തി. കണ്ട മഹത്വത്തിൻ്റെ കൈമാറ്റം എന്നെ കണ്ട. ഇതിൻ്റെ ഒരു പൊട്ടത്തരം എന്ന് പറയണത്, നീ ഇങ്ങനെ നാളെ മഹത്വം കൈമാറും, അയോഗ്യമായ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കൈമാറ്റുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അത് കാരണം പലപ്പോഴും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യനെ അനുദപിക്കേണ്ട ഒരു മേഖലയാണ് അത്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്തെല്ലാം പ്രതികൂലമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നീയായിട്ട് എനിക്ക് നൽകിയ ഉയർച്ച എന്റെ മരണം വരെ ഞാൻ വേറെ ആർക്കും കൈമാറിക്കൊണ്ട് നിന്നെ അപമാനിക്കുകയോ നിന്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ ഇവിടെ ഡോക്ടർ സാഹചര്യം ചൂടുപിടിക്കുകയാണ്. നിങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ മെറിറ്റിലല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് നടക്കാൻ പോകുന്നത്. ഇത് വിവേചിക്കാനുള്ള കഴിവുണ്ടാകണം ഉടമ്പടിക്കാർക്ക്. ഇപ്പം ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസമേ ഉള്ളൂ. എവിടെ വെല്ലൂർ അഡ്മിഷൻ കൊടുക്കണേ, ആപ്ലിക്കേഷൻ വെക്കാം, 2 ദിവസമേ ഉള്ളൂ. ഡോക്ടർ ഇത് അറിയണേ എപ്പോഴാണെന്ന് അറിയാവോ? ശനിയാഴ്ച വൈകുന്നേരമാണ് അറിയണത്. അപ്പോൾ നോ ടൈം. ഞായറാഴ്ച അല്ലേ, പിന്നെ ഓഫല്ലേ, ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടർ മൈനോട്ടിലുള്ള ആളാണെന്ന് വെല്ലൂരിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എപ്പോൾ കിട്ടും ജാതി സർട്ടിഫിക്കറ്റ്? തിങ്കളാഴ്ചയേ ഉള്ളൂ. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ ജാതി സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ കത്ത് വാങ്ങിച്ച് തഹസിൽദാരിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ തീ പാറുന്ന പോലുള്ളൊരു ഓട്ടമാണ് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടം എന്ന് പറഞ്ഞതിലേ. ചിലപ്പോൾ വില്ലേജ് ഓഫീസറെ കാണത്തില്ല, ചിലപ്പോൾ ക്ലർക്ക് കാണത്തില്ല, ചിലപ്പോൾ പിയൂൺ കാണത്തില്ല, ചിലപ്പോൾ സിയിലുള്ള ആൾ പിയൂണല്ലേ, സിയും കാണത്തില്ല. തീർന്നില്ലേ? നിസ്സാരമല്ലല്ലോ ഈ വിഷയം. അപ്പോൾ ഇതെല്ലാം പ്രെയർ ചെയ്യാതെ ഇത് ആൾക്കാർ ഒന്ന് അറസ്റ്റ് ചെയ്ത് അവിടെ പൊസിഷനിൽ വെക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇത് മുഴുവനും മെറിറ്റ് എന്ന് പോയി. പിന്നെ എന്താണ് ഇത്? ഈ വിഷയം കൺവേർട്ട് ചെയ്ത് ഗ്രേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രേസിലേക്ക് യോഗ്യത കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്നുള്ള ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നീ ചൂട് പിടിക്കണത്. ചൂട് പിടിച്ച പക്ഷേ കർത്താവ് ഒരു പണി ചെയ്യും. ഇതിന് കാവലുണ്ടാവും. ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തഹസിൽദാർ ഒരിടത്തും പോകത്തില്ല. നിൻ്റെ ടൈം ദൈവം സംരക്ഷിക്കും, നിൻ്റെ ജോലി ദൈവം സംരക്ഷിക്കും. കറക്റ്റ് 4:45 ജാതി സർട്ടിഫിക്കറ്റ് എടുത്ത് കൈ കൊടുക്കും. പിന്നെ ഉള്ളത് 15 മിനിറ്റാണ്. ഇനി നെറ്റില്ലെങ്കിൽ പ്രശ്നമാണ്. എൻ്റെ ഇടയ്ക്ക് നെറ്റും പോവില്ല ഈ കറക്റ്റ് ടൈമിന്. അപ്പോൾ അതിനുള്ളിൽ എന്തുമാത്രം ചക്രശ്വാസം വലിച്ച് കാണാം. ഈ ചക്രശ്വാസം വലിക്കണമല്ല പ്രശ്നം, അതൊക്കെ പ്രാർത്ഥന വലിയാക്കി ചേഞ്ച് ചെയ്യാൻ പഠിക്കണം. അതായത് അപ്പം നമ്മൾ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ദൈവമേ നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയാണെന്ന്. അപ്പോൾ 4:55 ഡോക്ടറിന് തിരിച്ച് ഇമെയിൽ വരും. എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടേക്കപ്പ് ചെയ്തു തന്നു. 5 മിനിറ്റ് വ്യത്യാസത്തിൽ കൈ ഇടിച്ച് കിടത്താൻ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ഇപ്പം പ്രസവമായാലും ശരി, ഓപ്പറേഷൻ ആയാലും ശരി, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് ആയാലും ശരി, അതുപോലെ തന്നെ നിങ്ങളുടെ PR ആയാലും ശരി, നിങ്ങളുടെ സ്ഥലം വിൽപ്പനയായാലും ശരി, വാങ്ങലായാലും ശരി, എവിടെയെങ്കിലും ടെൻഷൻ കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത് മെറിറ്റല്ല, ഗ്രേസ് ആണെന്ന് തിരിച്ചറിയണം. എന്താണ് ഇത്? കർത്താവ് നിങ്ങളുടെ സ്വാഭാവികമായുള്ള കഴിവും സ്വാധീനം കൊണ്ടതിനേക്കുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കാൻ പോകുമ്പോഴാണ് ഇതെല്ലാം ടെൻഷൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് വിവേചിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയത്തെ രസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ. ഇപ്പോൾ ഡോക്ടറും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങേരും അതിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങേരും അതിൽ കൃത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഉടമ്പടിയിൽ. ഇനി രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് കോൾഫോർ ചെയ്ത് അത് അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവ് പുതിയ വാതിൽ തുറക്കും. പുതിയ വാതിൽ എന്താ തുറക്കണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നപ്പോൾ കുറേ പേര് ആദ്യം കിട്ടിയ അനസ്തേഷ്യ സ്റ്റാർട്ടാണ്. ഇപ്പോൾ ഡോക്ടർ ഭയങ്കര വിഷമമാണ്. അനസ്തേഷ്യ പ്രൈവറ്റ് കോളേജിലും അത് തന്നെ കിട്ടിയത്. പിന്നെ ജനറൽ മെഡിസിൻ കിട്ടി. ജനറൽ മെഡിസിൻ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെ പ്രോസസ്സിങ് ആണ്. എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ദൈവം അവിടെ എത്തിച്ചതെന്ന് നിങ്ങൾ ധരിക്കരുത്. ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കും. പിന്നെ എന്താ അവസാനം പെർട്ടിക്കുലർ മെഡിസിൻ, ഡോക്ടർ വിശ്വസിച്ച ഒരു മെഡിസിൻ ഉണ്ട്, അതിലേക്ക് കൊണ്ടുപോകും. അതൊരിക്കലും ചിന്തിക്കാത്ത ഒരു റാങ്കിലാണുള്ളവർക്കാണ് അത് കിട്ടണത്. പക്ഷേ അതിലേക്ക് ഈ താഴെയുള്ള ആൾക്കാരെല്ലാം വേറെ വേറെ കോളേജിലിട്ട് പോകും. അപ്പോൾ സീറ്റെല്ലാം വേക്കൻ്റായിട്ട് വരും. ഡോക്ടർ അവസാനം പ്രവേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ മെഡിസിനിലേക്കാണ്.
ദാറ്റ് മീൻസ് അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു ഭയങ്കര റാങ്ക് കയറ്റമാണ്. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്കിന് കിട്ടുന്ന അവരുടെ മെറിറ്റിൽ കിട്ടുന്ന സംഭവമാണ് മാതാവ് ഗ്രേസിൽ കൊടുക്കുന്നത്. കൈ ഇട്ടിച്ച് കർത്താവിലേക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 20% പേര് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡൈക്കോട്ടമി, ഒരു തരത്തിലുള്ള ഇറിറ്റേഷൻസ്, അസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വല്ലാതെ അങ്ങ് ചിന്തിച്ചിട്ട് ഇത് നമുക്ക് കിട്ടാൻ പോണില്ല, ഇത് നമുക്ക് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഡൗൺ ആയിട്ട് ഇന്നാക്റ്റീവായി പോകും. പ്രാർത്ഥിക്കാതെ, അത് പ്രത്യാശ വെക്കാതെ കൂളായി പോകും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നിങ്ങളെ ഈ കേസ് കെട്ട് വിട്ടാലും ദൈവം കേസ് കെട്ട് വിടത്തില്ല. അത് മനസ്സിലാക്കാത്തവരാണ് മണ്ടന്മാർ. വിട്ടി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. അങ്ങനെ ഒരു വചനമുണ്ട്. വിട്ടി തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഇല്ല എന്ന്. നമ്മൾ ദൈവം ഇല്ല എന്ന് പറയത്തില്ല. നമ്മളെന്താ ചെയ്യണത്? ഈ വിഷയത്തിൽ ദൈവം ഇല്ലെന്നാണ് പറയണത്. ഈ വിഷയത്തിൽ ദൈവമില്ല. ഇത് സ്വാഭാവികമായിട്ട് പ്രൊസീജിങ്സിൽ പോകുകയാണ്. അതാണ് നമുക്ക് പറയുന്ന ഒരു അപകടം. ഈ വിഷയത്തിൽ തന്നെ ഒരു സാക്ഷി, ക്രിസ്തു ജോസഫിൻ്റെ സാക്ഷി എന്താ? ഇയാളൊരു നല്ല വെൽ ലേണഡ് സ്റ്റുഡൻ്റാണ്, ടീച്ചറുമാണ്, IELTS പഠിപ്പിക്കുന്ന കോച്ചറാണ്. പക്ഷേ എന്താ പറ്റുക, ഇയാൾ ഒരു കോൺഫിഡൻറ്റ്, ചെറുപ്പത്വത്തിൻ്റെ ഒരു ആത്മവിശ്വാസമില്ലേ. അപ്പോൾ അതുകൊണ്ട് മിനിമം പ്രയറേ ഉള്ളൂ. ചെറുപ്പക്കാരുടെ ചെറിയൊരു പ്രോബ്ലം, അവർക്ക് ബുദ്ധിപരമായിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് പറയും, ഇത് ദൈവം സഹായിക്കും, പക്ഷെ നമ്മൾ അധ്വാനിക്കണ്ടേ, നമ്മൾ കഷ്ടപ്പെടണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവരുടെ മസിലിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. കഷ്ടപ്പാട്, മെറിറ്റല്ല. അവരുടെ മെറിറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഉടമ്പടിയുടെ ഭാഷ മെറിറ്റാണത്. നമ്മളുടെ ആരോഗ്യം, ബുദ്ധി, നമ്മുടെ സ്വാധീനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഓവറായിട്ട് നമുക്ക് ഈ മെറിറ്റിന് ഓവർ പ്രാധാന്യം വന്നാൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മക്കളെ, പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ്, അതിന് നിങ്ങൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ അപ്പം നിങ്ങൾ മെറിറ്റിലാണ് ആശ്രയിക്കണമെന്ന് വന്നില്ലേ, അപ്പം ഗ്രേസ് വർക്ക് ചെയ്യത്തില്ല. ബൈബിള് നമ്മൾ ഉടമ്പടി വർക്ക് ചെയ്യണത് എന്ത് ഫോർമാറ്റിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ ഈ ക്രിസ്തു ജോസഫിന് സംഭവിക്കുന്നത് എന്താണ്? ക്രിസ്തു ജോസഫിന് എല്ലാം ഓക്കെയാണ്. ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, അവരെ കണ്ടറിയാൻ പറ്റുന്ന നല്ല മിടുക്കനായിട്ടാവുന്ന സാക്ഷ്യം പറയണത്. അതിനിടയ്ക്ക് സംഭവം ഉണ്ടായി. അവൻ്റെ മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? അവൻ ഈ IELTS ഒക്കെ പഠിപ്പിച്ചിട്ട് കാനഡയ്ക്ക് ചാടാൻ വേണ്ടി നിന്ന പാർട്ടിയാണ്. പക്ഷേ പെട്ടെന്ന് മെറിറ്റ് പോയി. മെറിറ്റ് എന്താ പോയത്? ഇവൻ്റെ വണ്ടി പോയി വേറെ വണ്ടിയായിട്ട് ഇടിച്ച് കൈ ഒടിഞ്ഞു പോയി. മെറിറ്റ് പോയി. ഉടമ്പടിയുടെ ഭാഷ പറഞ്ഞാൽ മെറിറ്റ് പോയെന്നേ ഉള്ളൂ, അല്ല കൈ ഒടിഞ്ഞെന്ന് പറയത്തില്ല ഉടമ്പടി. മനസ്സിലായില്ലേ? ഇതിനെല്ലാം തർജ്ജിമകളുണ്ട്. ഉടമ്പടിയുടെ കവനൻ്റൽ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അതായത് നമ്മളെ കൈ ഒടിഞ്ഞെന്നാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കൈ അനാട്ടമിക്കലായിട്ട് കൈ ഒടിഞ്ഞ്, ഫിസിക്കലായിട്ട് കൈ ഒടിഞ്ഞു. പക്ഷേ ഉടമ്പടി അങ്ങനെ പറയത്തില്ല. അവൻ്റെ മെറിറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഇനി എന്ത് വർക്ക് ചെയ്യും? ഗ്രേസ് വർക്ക് ചെയ്യും. അതാണ് സംഭവം. മെറിറ്റ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ മെറിറ്റ് പോയെന്നേ പറയാവൂ. മെറിറ്റ് പോയാൽ നമുക്ക് പ്രശ്നമില്ല. എന്താ കാര്യം? ഗ്രേസിൻ്റെ ചാനൽ കറക്റ്റല്ലേ? നമുക്ക് ഒരു ഇപ്പോൾ ഒരാൾ കല്യാണം നടത്താൻ നമുക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കല്യാണം, മകളുടെ കല്യാണം അടുത്ത മാസമാണ്. നമുക്ക് ഈ ആഴ്ച പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ അറിയുന്നു അയാൾ ആശുപത്രിയില്ല എന്ന്. അതിൻ്റെ അർത്ഥം നമ്മളത് ചതിച്ചെന്നോ, അയാൾ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ പറഞ്ഞ അയ്യോ എൻ്റെ ഇല്ലല്ലോ, നിങ്ങൾ കിട്ടുന്നവിടേക്ക് മേടിക്കാൻ പറയും. അപ്പോൾ നമുക്ക് അവിടെ ചവിട്ടിക്കിടാൻ തുടങ്ങും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാര്യം എന്താണ്? അതിൻ്റെ അർത്ഥം അയാൾക്ക് കാശ് മകളെ കെട്ടിക്കാൻ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ പറയണ തരണില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഇല്ല, പലിശക്ക് വാങ്ങിച്ച് തരാമെന്നാണ് പറഞ്ഞത്. ഈ ഭയങ്കര പലിശക്ക് മേടിക്കണത് ഭാര്യ അതിനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു എന്നാ മേടിക്കണമെന്ന് വിചാരിച്ച് അവരെവിടെയെങ്കിലും കാണട്ടാ, മകളെ കെട്ടിക്കണവർ കൈ കെട്ടിരിക്കുക, അവരെവിടെയെങ്കിലും കെട്ടി കാണിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഊത്തലേ കാശക്കടം മേടിച്ചാണെങ്കിൽ കൊടുക്കും നമുക്ക് എന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ കിഡ്നി വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഭാര്യ 5-8 ഡയലോഗ് വീട്ടിൽ പാസ്സാക്കിയപ്പോൾ തന്നെ പുള്ളി ഫ്ലാറ്റായി. പുള്ളി കൈമലത്തി കളഞ്ഞു. അയ്യോ മേടിച്ചങ്ങനെ തരാൻ പറ്റത്തില്ല കേട്ടാന്ന് പറയുമ്പോൾ ആരും മകളെ കെട്ടിക്കുക ഈയിടെ കാശ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് തോന്നി ഇയാളെ വെടിവെച്ച് കൊല്ലാൻ തോന്നും. നമ്മൾ പക്ഷേ ഉടമ്പടി ഭാഷ എന്താ പറയണത്? നിൻ്റെ മെറിറ്റ് പോയി, ഇനി എന്താണ് ചെയ്യാൻ പോണത്? ഗ്രേസ് വർക്ക് ചെയ്യാൻ പോകുന്നു. അല്ലാതെ അയാളുടെ വെടിവെച്ച് കൊല്ലാൻ അല്ല പോകേണ്ടത്. അതുകൊണ്ടാണ് നീ മുളയെടുക്കണത് അറിയുന്നില്ലേ? പുതിയ കാര്യം മുളയെടുക്കണത് അറിയേണ്ടതാണത്.
പുതിയ കാര്യം അപ്പോൾ 43:19 ചോദിക്കണില്ല ഐസയ, പുതിയ കാര്യം മുളയെടുക്കണത് അറിയുന്നില്ലേ? എന്താ കാര്യം? മുളയെടുക്കണത് എന്താണ്? ഇയാളെ കാശ് തരാമെന്ന് പറഞ്ഞ് മകളെ കെട്ടിക്കാൻ നമുക്ക് കൊടുത്ത കാശാണ്, ഇപ്പോൾ ആൾ കൈമലത്താണ്. പക്ഷെ അത് ആ കൈമലത്ത് നീ ദൈവഭൈതലാണെങ്കിൽ ഉടനെ പരിശുദ്ധാത്മ പറയും വെയിറ്റ്, മെരിട്ട് പോയല്ലേ അല്ലേ? മെരിട്ട് പോയില്ലേ? ഇനി നീ നോക്കിക്കോ, ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോർഡ്. കർത്താവ് എത്ര നല്ലവനാണെന്ന് നീ ഇനി അനുഭവിച്ചറിയും. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എത്ര നല്ലവനാണെന്ന് ആന്തരിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പേര് മെറിൻ ജോയ്. ഞാൻ എറണാകുളം ജില്ലയിലെ ചിറ്റനാട് സെൻറ് ജൂഡ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ പപ്പയാണ്, ജോയ് എന്നാണ് പേര്. 2021 ഒക്ടോബർ മാസം 13 പപ്പ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞാനും പപ്പയും മമ്മിയും അനിയനും വീട് മൊത്തം ഉടമ്പടിയിലായിരുന്നു. പപ്പയുടെ കൂടെ പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും മേടിച്ചുകൊണ്ട് വരുന്ന പത്രം ഞങ്ങളുടെ ക്ലാസ്സിലും സ്കൂളുകളിലും അതുപോലെ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ആരെ കണ്ടാലും അവർക്കൊക്കെ കൊടുക്കാനും അങ്ങനെ ഒരു ഉടമ്പടി ജീവിതമായിരുന്നു ചെയ്തു പോന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്, പറയുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും പള്ളിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയൊരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ മേല് മൊത്തം ചെള്ളു പിടിച്ച് വയ്യാതെയായി പട്ടിണി കിടന്ന് കരഞ്ഞൊരു പൂച്ചക്കുഞ്ഞ്. അതിന് പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു, പപ്പ എടുത്തുകൊണ്ട് പോന്നു. ശേഷം മരുന്ന് കൊടുത്തതിനൊന്നും ജീവൻ വെപ്പിച്ചില്ല. അതിനു മുമ്പ് തന്നെ മരുന്ന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കഴുത്ത് ഒടിഞ്ഞു തൂങ്ങിയ പോലെയായി. പപ്പ ഉണ്ടായില്ല, മമ്മിയും ഞാനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉടമ്പടി തൈലം ഉടമ്പടി എടുത്ത ആൾ ഉപയോഗിക്കണം എന്നാണ് അച്ഛൻ പറയാറ്. പക്ഷേ ഈ പൂച്ചക്കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ, അതിൻ്റെ വേദന കണ്ടപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞാൻ വേഗം പോയി ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൻ്റെ കഴുത്തിൽ പുരട്ടി മാതാവിൻ്റെ ഒരു ചെറിയൊരു ലോക്കറ്റ് കഴുത്തിൽ കെട്ടിക്കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് മിടുക്കിയായിട്ടിരിക്കണോ. ഞങ്ങൾ മർത്ത എന്നാണ് പൂച്ചക്കുട്ടീനെ വിളിക്കണേ. ശരിക്കും മാതാവിൻ്റെ കുഞ്ഞായിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ അത് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. രണ്ടാമത് 2023 ഓഗസ്റ്റ് മാസം 10 ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഉടമ്പടി എടുക്കാനൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഉടമ്പടി എടുക്കണം എന്ന ഉറപ്പോടുകൂടെയല്ല ഞാനിവിടെ വന്നത്, പപ്പയുടെ കൂടെ പതിവ് പോലെ വന്നതാണ്. പക്ഷേ സമയത്ത് ഒരു വീഴുമെന്ന് ഉറപ്പുള്ളൊരു സാഹചര്യത്തിലൊന്ന് ചാരി നിൽക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കാരണം ഞാൻ MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഫൈനൽ ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം. എനിക്ക് ഒരു വക മനസ്സിലാവേണ്ടായില്ല. ടീച്ചേഴ്സ്, ഞാൻ ഡിഗ്രിയും PG ചെയ്തത് ഒരേ കോളേജിലായതുകൊണ്ട് ഡിഗ്രിക്കുള്ള എൻ്റെ പെർഫോമൻസ് ടീച്ചേഴ്സിന് അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പ്രതീക്ഷിച്ചു PGക്കും ഈ കൊച്ച് ഒരുമാതിരി തരക്കേടില്ലാത്ത മാർക്കൊക്കെ വാങ്ങും എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല. കെമിസ്ട്രി ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എല്ലാം ഒരുപോലെ എനിക്കിരിക്കണം. എനിക്ക് ഒന്നിനോടൊന്നും മനസ്സിലാവുന്ന പോലുമില്ല. എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിന് രാത്രി 11-11:30 വരെ ഞാൻ അവൾക്ക് ഓൺലൈനിൽ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കും. ക്ലാസ്സിലെ ബാക്കി കുട്ടികൾക്കൊക്കെ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കും. പക്ഷേ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സെയിം സാധനം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആൻസർ പേപ്പറിൽ എഴുതാൻ കിട്ടാറില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഈ പരിപാടി നിർത്തി, എനിക്കിത് എന്നെക്കൊണ്ട് ഇത് പോണില്ല, ഇത് മനസ്സിലാവുന്നുമില്ല, എഴുതാനും പറ്റണില്ല. ഇനി ഞാൻ അല്പമെങ്കിലും പഠിച്ചു എന്നൊരു തോന്നൽ എൻ്റെ മെറിറ്റായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ ഉപേക്ഷിക്കുകയാണ്. എനിക്ക് അമ്മയുടെ ഒരു കൃപ വേണം എന്ന് പറഞ്ഞ് ഞാൻ പോയി എക്സാം എഴുതി. റിസൾട്ട് വന്നത് ഒക്ടോബർ 27 ആയിരുന്നു. അത് ജപമാല റാലിയുടെ തലേ ദിവസം. അപ്പോൾ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് വന്ന് ഞാൻ റിസൾട്ട് എടുത്ത് നോക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും അറ്റം എന്ന് പറയുന്നത് എൻ്റെ തോൽവിയായിരിക്കും, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ അതിനു മുമ്പ് ഉടമ്പടിയിൽ ഞാനൊരു നിയോഗം എഴുതി വെച്ചിരുന്നത് MSc പാസ്സാവണം എന്നായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ നിയോഗം എഴുതിക്കൊണ്ടിരിക്കാലേ എൻ്റെ മനസ്സിലൊരു പ്രചോദനം വരികയാണ് 3ാം റാങ്കും കൂടെ എഴുതാൻ. അപ്പോൾ ഞാൻ, എൻ്റെ മാതാവേ, അതിനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല, അത് പാസ്സായാൽ തന്നെ വലിയ ഉപകാരം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശക്തമായിട്ട് റാങ്ക് 3 എന്ന് എഴുതുന്നുള്ളൊരു തീവ്രമായിട്ടൊരു ഇത് വന്നുകൊണ്ടിരുന്നു. ഞാൻ അവസാനം അത് എഴുതി. അതുകൂടാതെ 1ഉം 2ഉം റാങ്ക് എൻ്റെ കൂട്ടുകാർക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു. കാരണം
എനിക്കറിയാം അതൊക്കെ എഴുതി കഴിഞ്ഞാൽ മാതാവ് എനിക്ക് തരും എന്നറിയാം. പക്ഷെ ഞാനത് എഴുതിയില്ല. കാരണം അത് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് വിഷമാവുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഈ റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി തൈലം മൊബൈലിൽ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, വീട്ടിലെ കൊന്തയും ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് അവസാനം ഞാൻ മൊബൈൽ തുറക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഏറ്റവും അറ്റം എൻ്റെ തോൽവിയാണ്, എന്നാലും ഞാൻ നാളെ ജപമാല റാലിക്ക് വരും. എത്ര നാണം കെട്ടാലും ജപമാല റാലിക്ക് വരും. കാരണം ഈ MSCയുടെ റിസൾട്ടല്ല എൻ്റെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. അവസാനം റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ MSC പാസ്സായി. അത് എ ഗ്രേഡാണ് എനിക്ക് കിട്ടിയത്. പാസ്സായി, വളരെ സന്തോഷമായി. പിറ്റേ ദിവസം ഞാനും പപ്പയും കൂടെ വന്നു ജപമാല റാലിയിൽ നന്ദിപൂർവ്വം പങ്കെടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസവും കൂടെ കഴിഞ്ഞ് തിങ്കളാഴ്ച മറ്റൊരു റിസൾട്ട് വന്നു. MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി MG യൂണിവേഴ്സിറ്റിയിൽ 3ാം റാങ്ക് എന്നും പറഞ്ഞു. ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യം പള്ളിയിൽ ചെന്നു ഈശോയോടും മാതാവിനോടും പറഞ്ഞു, അതിനുശേഷം വികാരി അച്ഛനോടും പറഞ്ഞു, അതിനുശേഷം മാത്രമാണ് ഞാൻ ബാക്കിയുള്ളവരോട് പറഞ്ഞത്. ഇതാ എൻ്റെ അമ്മ മാതാവ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതെ എന്നെ ചേർത്ത് പിടിച്ച ഒരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് അനീഷ എന്നാണ് പേര്. എന്നെക്കാളും ഒത്തിരി ഏജുള്ളൊരു ചേച്ചിയാണ്. പക്ഷേ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ചേച്ചിക്ക് ജോലി കിട്ടണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അനീഷ ചേച്ചിക്ക് വേണ്ടിയിട്ട്. ചേച്ചിക്ക് ഒരു ഗവൺമെൻറ് ജോലി ദൈവം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ ആൻറ്റിയാണ്, അനിത എന്നാണ് പേര്. സ്ഥിരമായിട്ടൊരു അധ്യാപന ജോലി കിട്ടണം എന്ന് വളരെയേറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. പക്ഷേ എപ്പോഴും ടെമ്പററി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അനിത ആൻറ്റിയും ഇതുപോലെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടും എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലും കുർബാനയിലും കാഴ്ചവെച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ആൻറ്റിക്കും ജോലി കിട്ടി. ഞാൻ 7 വർഷമായിട്ട് കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗിസം 2 വർഷം മുമ്പ് പഠിപ്പിച്ച എൻ്റെ കുട്ടിയുടെ ഒരു പേരൻറ്റ്, അവർ ഇടുക്കിയിൽ നിന്നാണ്. പേര് പ്രറ്റി എന്നാണ് പേര്. ആ ചേച്ചിക്ക് നേഴ്സിംഗ് പഠിച്ചിട്ട് ജോലിയില്ല, വീട്ടമ്മയായിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും ചേച്ചി ജോലിക്ക് ശ്രമിക്കുമെന്ന് പറയും. അവസാനം ഞങ്ങളും കൃപാസന മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയൊക്കെ പറഞ്ഞ് അവസാനം ചേച്ചിയും ഇതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യം നാട്ടിലെ നേഴ്സിംഗ് ജോലി ലഭിച്ചു. പിന്നീട് 2-3 മാസം മുമ്പ് ചേച്ചിക്കും കുവൈറ്റിൽ നേഴ്സിംഗ് ജോലി ലഭിച്ചു. ഇതുപോലെ മറ്റൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരമാണ് കുർബാനയ്ക്ക് മുമ്പ് ഒരു 5-10 മിനിറ്റ് പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് ഇതുപോലെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് സിൽവർ ഗ്രേ കളറിൽ ഒരു ഉടുപ്പ്, ഒരു സൈഡ് മാതാവ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാതാവിൻ്റെ ഒരു സൈഡാണ് കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ കണ്ണ് തുറന്നു ഒരു ഞെട്ടലോടെ. പക്ഷെ ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ വൈകുന്നേരം വന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ മമ്മി പറഞ്ഞു, ഞാനൊന്ന് മാതാവിനെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കണ്ടേ? ഒരു സിൽവർ ഗ്രേ കളറിലെ ഒരമ്മ പെട്ടെന്ന് ഒരു സൈഡ് വശമാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാണ് കണ്ടേ? കുർബാനയ്ക്ക് മുമ്പ് നമ്മളവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, ആ സമയത്ത്. ഒരേ സമയത്ത് ഞാനും മമ്മിയും മാതാവിനെ കാണാനായിട്ട് ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് 2021 പപ്പ ഉടമ്പടി എടുത്തത് മുതൽ പപ്പയുടെ നിന്ന് പത്രം വാങ്ങിയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. മറ്റുള്ളവരോട് പറയുമായിരുന്നു. ആദ്യം ടീച്ചേഴ്സിനും കോളേജിലെ സ്റ്റാഫിനും കൂട്ടുകാർക്കും ഒക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പോകുന്ന ബസ് സ്റ്റോപ്പുകളിലും നടക്കുന്ന വഴികളിലും എവിടെ പോയാലും എൻ്റെ ബാഗിൽ പത്രം ഉണ്ടാവും. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇതുപോലെ ബസ് സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പുകളിലും കാണുന്നവരോടൊക്കെ എനിക്ക് വലിയ രീതിയിൽ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറയും മാതാവിൻ്റെ പത്രമാണ്, കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ കൃപാസനം മാതാവിൻ്റെ പത്രമാണ്, സമയം കിട്ടുമ്പോൾ ചേച്ചി വായിക്കണം, ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കും, ഇത്രേ ഞാൻ പറയുള്ളൂ. പറയണതിന് മുമ്പ് ഞാൻ പറയും മാതാവ് എനിക്ക് 2 സെൻറ്റൻസേ അറിയുള്ളൂ, ബാക്കി നീ നോക്കിയേക്കണം, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കിയേക്കണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് പത്രം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രികളിലും പിന്നെ വയോജന കേന്ദ്രങ്ങളിലുമൊക്കെ പപ്പയോടൊപ്പം പോകാനും സന്ദർശിക്കാനും സഹായിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മാമ്മയായിട്ടാണ്. പുറത്തെനിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ വീടിൻ്റെ അകത്ത് എൻ്റെ അമ്മാമ്മേനെ എനിക്ക് അത്രയ്ക്ക് ശുശ്രൂഷിക്കാനായിട്ട് പറ്റാറില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ അമ്മാമ്മയോടും മാനസികമായിട്ട്
ഒരുമിച്ച് പോകാനായിട്ടുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. എത്രയൊക്കെ മോശം പറഞ്ഞാലും കുറ്റം പറഞ്ഞാലും അതൊക്കെ ആദ്യം ദേഷ്യം വരുമെങ്കിലും ഇപ്പം അതൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനൊക്കെയുള്ളൊരു വലിയൊരു കൃപ എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ ആലോചിക്കും, എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശോ, ഇവരൊക്കെ എത്ര നല്ല ഭംഗിയായിട്ടാണ് സാക്ഷ്യം പറയുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ന്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കയറി വന്നത്, നീ കാറ്റഗിസം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ 5ാം ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 5ാം ക്ലാസ്സിൽ സീറോ മലബാർ സഭ കാറ്റഗിസത്തിൽ ഉടമ്പടിയാണ് മെയിൻ തീം. ഇസ്രായേൽ ജനത്തോടും അബ്രാഹത്തോടും പരിശുദ്ധ കന്യകാമറിയത്തോടും നമ്മളോടൊക്കെ ചെയ്യുന്ന ഉടമ്പടിയായിരുന്നു മെയിൻ തീം. അപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. കാരണം ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളോട് ഉടമ്പടിയെ പറ്റിയാണ് എല്ലാ ഞായറാഴ്ചയും പോയി സംസാരിക്കുന്നത്. ഈ വർഷം ഞാൻ +2ലാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് ജീവിതത്തിൻ്റെ അവർ ചെയ്യേണ്ട വിശ്വസ്തതയെ പറ്റിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവരോട് പറഞ്ഞു കൊടുക്കാൻ എനിക്കൊരു കൃപ ലഭിച്ചത്. അതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറയും. എൻ്റെ ഉടമ്പടി നിയോഗങ്ങൾ പരമാവധി എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ വെക്കുന്നത്. അതുകൊണ്ട് അത് നടന്നോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ നിയോഗങ്ങൾ തിരുസഭയാണ്, അതുപോലെ തന്നെ ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്, ആത്മഹത്യ ചെയ്യപ്പെടുന്ന ആത്മാക്കളാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. എന്നോട് ചോദിക്കും, നീ എന്തിനാ ഉടമ്പടി എടുത്തേ, ഉടമ്പടി കൊണ്ട് നിനക്ക് എന്താ ഉപകാരം എന്നൊക്കെ ചോദിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് വരെ മാതാവിനോട് ചോദിച്ചു, എന്തിനാ നിനക്ക് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയണം എന്ന്. പക്ഷേ എനിക്കൊരു ഉത്തരം എനിക്ക് ഇവിടെ ഈ നിമിഷം കുറച്ച് മുമ്പ് എനിക്ക് കിട്ടി. നിനക്ക് എൻ്റെ കൃപ മതി. നീ വീഴുമ്പോൾ അല്ലെങ്കിൽ നിനക്കൊന്ന് ചാരി നിൽക്കാൻ, നിൻ്റെ തോളത്തൊന്ന് കൈയിട്ട് പേടിക്കണ്ടടോ, കൂടെ ഞാനുണ്ട് എന്ന് പറയാനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ആ ഒരു ഉറപ്പാണ് എന്നെ സംബന്ധിച്ച് ഉടമ്പടി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എല്ലാ വിശുദ്ധർക്കും ആലാഖമാർക്കും നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ജോയ്. ഞാൻ 2021 ഉടമ്പടി എടുത്തത്. പ്രധാനമായിട്ടും മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മകൻ പഠിച്ച് അവൻ വിദേശത്ത് പോയി, UK അവനവിടെ MSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. മോള് MSc കെമിസ്ട്രി പാസ്സായി. അവരെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. 40 വർഷത്തോളമായി എൻ്റെ ഇടവകയിൽ ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നു. 4ാം ക്ലാസ്സിലാണ് ആദ്യം പഠിച്ചത്, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പുറകെ എൻ്റെ മകളും ആ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പത്രം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കും. എല്ലാ ദിവസവും ഒരു അമ്മച്ചിക്ക് ഞാൻ ചോറ് കൊണ്ടുപോകുന്ന പോലെ ഒരു പൊതി ചോറ് കൊണ്ടുപോകും, ആ അമ്മച്ചിക്ക് കൊടുക്കും. ആശുപത്രികളിലെ രോഗികളെ പോയി കാണും. എൻ്റെ വരുമാനത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ അവർക്ക് കൊടുക്കും. എൻ്റെ വീട്ടിൽ അമ്മയുണ്ട്. അമ്മ 82 വയസ്സായ അമ്മച്ചിയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അമ്മയുടെ ജീവിതത്തിൽ. അമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കും. ഇവളാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പച്ചൻ മരിച്ചുപോയി. എൻ്റെ അനിയൻ സെമിനാരി സ്റ്റുഡൻ്റായിരുന്നു. അവൻ 33 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. എൻ്റെ സഹോദരിമാർ 2 പേര് CMC കോൺഗ്രിഗേഷനിലാണ്. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്ത് ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. കൊച്ചു കൊച്ചു സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നു. ഒരു അപകടത്തിൽ നിന്ന് അമ്മ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ ബസ് വന്ന് സ്റ്റാൻഡിലേക്ക് ഓടിക്കയറി. വണ്ടി തകർന്നു പോയി, പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു പ്ലാവിൻ്റെ കൊമ്പ് അങ്ങനെ തന്നെ ഒടിഞ്ഞ് എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് വീണു. പക്ഷേ ഒരു കല്ല് പോലും അടന്നു പോയില്ല. വളരെ അത്ഭുതകരമായിട്ട് അമ്മ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഇന്നും അമ്മയ്ക്ക് ചെയ്യാവുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങളാണ് അമ്മ ഞങ്ങൾക്ക് തന്നെങ്കിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരുവാൻ ഞങ്ങൾ അത്യധികം ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.